In this class, I am going to discuss an important parameter of propagation, that is impedance. Impedance is defined as the ratio of restoring force to velocity. The general definition is restoring force divided by velocity. Impedance is denoted by the letter Z. So its dimension is mt raised to minus 1 and its unit is kilogram second inverse. In wave propagation, impedance role എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ impedance determines the rate at which energy is radiated to the string by a given driving force. നമ്മളൊരു സ്ട്രിങ്ങിലെ ഏത് വേവ് ആയാലും ഒരു സ്ട്രിങ്ങിലെ വേവ് ആണെങ്കിൽ അതിനെ ഡ്രൈവ് ചെയ്യുന്നൊരു ഫോഴ്സ് ഉണ്ട്. അത് ആണ് ആ സോഴ്സാണ് അതിലേക്ക് വേവ് എനർജി റേഡിയേറ്റ് ചെയ്യുന്നത്, അതാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ഇമ്പീഡൻസ് എന്ന് പറഞ്ഞാൽ ആ ഇമ്പീഡൻസ് ആണ് തീരുമാനിക്കുന്നത് ദ റേറ്റ് അറ്റ് വിച്ച് എനർജി ഈസ് റേഡിയേറ്റഡ് ടു ദി സ്ട്രിങ് ബൈ ദി ഡ്രൈവിംഗ് ഫോഴ്സ്. ആ സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ സ്ട്രിങ്ങിലേക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ സൗണ്ടിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ മൗത്താണ് ഡ്രൈവിംഗ് ഫോഴ്സ്, അതിൽ നിന്ന് എയർ എന്നുള്ള മീഡിയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എയറിൻ്റെ ഇമ്പീഡൻസ് ആണ് എത്ര എനർജി ഞാൻ ഡെലിവർ ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്, അത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനെ കാണിക്കുന്ന ഒരു പാരാമീറ്ററാണ് ഇമ്പീഡൻസ്. Let us consider some specific example, waves on a string. So in the case of waves on a string, the speed of wave is square root of t by rho, where t is the tension, rho is the mass density. So impedance of the string is force per velocity. So here in the case of a string, force is the tension itself. So tension divided by square root of tension divided by rho 0. So it is square root of t0 rho 0. 0 stands for equilibrium values of tension and density. So in the case of sound waves, we know the velocity is square root of gamma p0 rho 0. Gamma is the ideality factor. So Z is equal to force by velocity. So you will get square root of gamma p0 rho 0, equilibrium values of pressure and density. ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ ദ ഇൻ്റർഫേസ് ഓഫ് ടു മീഡിയം 1 and 2. So at the interface, if the impedance of the two medium matches, രണ്ട് മീഡിയം ഇമ്പിഡൻസ് മാച്ചാണ്, ഇമ്പിഡൻസ് മാച്ച് ആവുമെന്ന് പറഞ്ഞാൽ സെയിം മീഡിയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വേവ് ഇതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ അവിടെ റിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനി അതല്ല, ഇവിടെ ഒരു ഇമ്പിഡൻസ് മാച്ച് വരുവാണെങ്കിൽ Z1 നോട്ട് ഈക്വൽ ടു Z2 ആണെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ വരും. ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, ഗ്ലാസ്സിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന മീഡിയം ചേഞ്ച് ചെയ്യുമ്പോൾ ഇമ്പിഡൻസ് ആണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ആണ് മാറുന്നത്, അവിടെ നിന്ന് റിഫ്ലക്ഷൻ വരുന്നു. അതല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രിങ്ങിൻ്റെ ഡെൻസിറ്റി, ഫോർ എക്സാമ്പിൾ ആ മീഡിയത്തിൽ നിന്ന് മാറുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇമ്പീഡൻസ് മാറുകയാണ്. ഒരു കട്ടി കൂടിയ സ്ട്രിങ്ങും ഒരു കട്ടി കുറഞ്ഞ സ്ട്രിങ്ങും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മളൊരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. So the phase velocity and impedance are two natural parameters to describe traveling waves in a given medium. ഇപ്പോൾ ഫേസ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമ്പീഡൻസും ഈ രണ്ട് പാരാമീറ്റേഴ്സാണ് ഒരു ട്രാവലിംഗ് വേവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട ഒരു നാച്ചുറൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. Now next we consider the power in transverse traveling wave on continuous spring. So consider a continuous string structure from left to right at x equal to x0. റൈറ്റിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോയിരിക്കുകയാണ്. നൗ ഇതിൻ്റെ ടെൻഷൻ നമ്മളൊരു ഡ്രൈവിംഗ് ഫോഴ്സ് എക്സ് ഈക്വൽ ടു 0, ഇവിടെയാണ് അതിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന്, ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് ഇരിക്കുന്നത് എക്സ് ഈക്വൽ ടു x0ലാണ്. ഞാൻ ഇത് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഇവിടുത്തെ ടെൻഷൻ, ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോമ്പോണൻറ്റ് ടി സൈൻ തീറ്റ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ദിസ് ഇസ് ടി സൈൻ തീറ്റ. അപ്വേർഡ് ഡയറക്ഷനിൽ, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സ് വരുന്നു. ഇനി ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടിരിക്കുകയാണ്. സോ വി ക്യാൻ റൈറ്റ് അപ്ലൈഡ് ഫോഴ്സ് Fy ബാലൻസസ് ദി ട്രാൻസ്വേഴ്സ് കമ്പോണൻറ്റ് ഓഫ് ടെൻഷൻ. സോ Fy ഈസ് ഓപ്പോസിറ്റ് ടു മൈനസ് ടി സൈൻ തീറ്റ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. സോ ഫോർ സ്മോൾ ആംഗിൾ വി ക്യാൻ അപ്രോക്സിമേറ്റ് സൈൻ തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ. So it is equal to, and what is tan theta? Tan theta is the slope or rate of change of y with respect to x at this point. Slope ആണ്, slope എന്ന് പറഞ്ഞാൽ dy by dx. So tan theta is dy by dx at x equal to x0. Now let us evaluate the impedance of this case, this example. So assume a the transmitter emits a travelling wave in positive x direction. A transmitter, ഈ ഡ്രൈവിംഗ് ഫോഴ്സിനെയാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിൽ ട്യൂണിംഗ് ഫോർക്ക് അത് ഇങ്ങനെ എമിറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ വേവിനെ നമുക്ക് y is equal to a sin omega t minus kx, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് ആണെങ്കിൽ മൈനസ് kx. So its first derivative with respect to time will give you omega a cos omega t minus k. First derivative with respect to position will give
position coefficient minus k, a cos function. Now take the ratio of these two, dy by dt divided by dy by dx. So cos omega t and a cancels, we will get minus omega by k. So we know omega by k is phase velocity minus p, because omega is 2 pi nu, k is 2 pi by lambda. Then ratio nu lambda gettum, so that is phase velocity. So ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താണെങ്കിൽ dy by dt is equal to minus vp dy by dx, or dy by dx equal to minus 1 by vp dy by dt. Now substitute equation 2 in 1. Force in equation fy is equal to minus t dy by dx ന് പകരം equation 2 minus 1 by p vp dy by dt at x equal to x0 കൊടുക്കും. So this is equal to minus t by vp, and what is dy by dt? dy by dt is rate of change of y, or it is the velocity. Velocity in which direction? Y direction or transverse direction. ഈ ഡയറക്ഷൻ ആണ് ഈ സ്ട്രിങ്ങിൻ്റെ ഈ പർട്ടിക്കുലറിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനുള്ള വെലോസിറ്റി ആണത്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ വി വൈ. വി പി എന്ന് പറഞ്ഞാൽ ഫേസ് വെലോസിറ്റി ഈ ഡയറക്ഷനിൽ പോകുന്നതാണ്. സോ വി വൈ ഈസ് ഡി വൈ ബൈ ഡി ടി ഈസ് ദി ട്രാൻസ്വേഴ്സ് വെലോസിറ്റി ഓഫ് ദി സ്ട്രിങ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് സീറോ. Now impedance of the string, we define impedance is equal to restoring force divided by velocity. So the restoring force Fy ആണ്, ആ ഡയറക്ഷനുള്ള വെലോസിറ്റി Vy ആണ്. സോ ഇതിൻ്റെ രണ്ടിനും ഇക്വേഷൻസ് നമുക്കുണ്ട്. Fy is given by equation 3. Fy is equal to t by Vp Vy. So this is t by Vp Vy, that is restoring force divided by Vy. So Vy cancels, we will get t by Vp. Now we know the phase velocity of a wave in string is given by square root of tension divided by rho. So that is equal, that imply impedance is equal to equationil substitute ചെയ്യുകയാണെങ്കിൽ വി പിക്ക് റൂട്ട് ടി റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ടീനെ റൂട്ട് ടി എന്ന് എഴുതുകയാണെങ്കിൽ ഒരു റൂട്ട് ടി ക്യാൻസൽ ചെയ്യും, ദെൻ ന്യൂമറേറ്ററിൽ റൂട്ട് ടി വരും. സോ ദിസ് ബിക്കം impedance is square root of ടി റോ. Okay. Now we can express force F is equal to, F in the equation നമുക്കുണ്ട് t by Vp Vy. So t by Vp Vy, so ഇതിന് t നെ, so this is Vp Vy. Okay, we can write t by Vp as z. So using this equation 3, t by Vp is equal to z. So is equal to z Vy. So this is analogous to Ohm's law, V equal to IR എന്ന് പറയുന്ന പോലെ. V എന്താണ്? അപ്ലൈഡ് വോൾട്ടേജ് ആണ്. ആ കറണ്ട് I എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ കറണ്ടാണ്, റെസിസ്റ്റൻസ് അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് V വോൾട്ടേജ് കൊടുക്കുന്നുണ്ടെങ്കിലും അതിലെ കറണ്ട് എത്രമാത്രം റൈസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ്. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് Fy ആണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ എത്ര വെലോസിറ്റി ഉണ്ടാവും തീരുമാനിക്കുന്നത് അതിൻ്റെ ഇംപീഡൻസ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രിങ്ങിന് ഇംപീഡൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ എത്ര ഫോഴ്സ് കൊടുത്താലും ഈ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി, അതിന് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വളരെ കുറവായിരിക്കും. ഇപ്പോൾ ആംബിയേഴ്സ് ലോ ആയിട്ട്, ഓംസ് ലോ ആയിട്ട് നമുക്കത് കമ്പയർ ചെയ്യാവുന്നതാണ്. Now let us derive the power delivered to a string by the transmitter. എത്ര പവർ അത് ഡെലിവർ, ഇംപീഡൻസ് ആണ് നമ്മൾ ഡെറൈവ് ചെയ്യുന്നത്. സോ ലെറ്റ് us discuss about the power delivered. So the radiated output power by a transmitter is equal to transverse force exerted by the transmitter at x equal to 0 and the product of transverse velocity of the string. P is equal to Fy Vy. പവർ നമ്മളങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, Fy Vy. അതല്ലെങ്കിൽ ഈ ഓംസ് ലോ തന്നെ നോക്കുകയാണെങ്കിൽ വിയുടെ സ്ഥലത്ത് വരുന്നത് y ആണ്, ഐയുടെ സ്ഥലത്ത് വരുന്നത് Vy ആണ്, Fy ആണ്. ഇനി ഓംസ് ലോയിൽ കറണ്ടിൻ്റെ കേസിൽ പവർ എന്താണ്? V ഇൻറ്റു I ആണ്. ഇവിടെയാണെങ്കിൽ Fy Vy, അതുപോലെ തന്നെ Fy Vy. ഇനി എഫിനും വിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് മൈനസ് ടി ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ദെൻ Vy എന്ന് വെച്ചാൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റി, വൈ ഡയറക്ഷണൽ വെലോസിറ്റി, ഡോ വൈ ബൈ ഡോ ടി അറ്റ് എക്സ് ഈക്വൽ ടു x0, ദാറ്റ് ഈസ് ഈക്വൽ ടു, യൂസിങ് ഇക്വേഷൻ 2 വി ക്യാൻ റൈറ്റ് ഡോ വൈ ബൈ ഡോ എക്സിനെ നമുക്ക് മൈനസ് 1 ബൈ വി പി ഡോ വൈ ബൈ ഡോ ടി എന്ന് എഴുതാം. ദെൻ ഡോ വൈ ബൈ ഡോ ടി, സോ ഡോ വൈ ബൈ ഡോ ടി ഹോൾ സ്ക്വയർ മൈനസ് മൈനസ് ബിക്കം പ്ലസ്. And what is T by Vp? T by Vp is impedance. So power, radiated output power of the transmitter is given by Z into dou y by dou t whole square.
So this is the equation 4 is an expression for output power in terms of transverse velocity. Output power ഒരു റേഡിയേറ്റ് ചെയ്യുന്ന സോഴ്സ്, ഇപ്പോൾ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ മൗത്ത് റേഡിയേറ്റ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ ഇമ്പീഡൻസ് ഓഫ് ദി മീഡിയം. ഇമ്പീഡൻസ് എന്താണ്? എയറിൻ്റെ ഇമ്പീഡൻസ് ഇൻറ്റു അതിൻ്റെ വെലോസിറ്റി, ട്രാൻസ്വേഴ്സ് വെലോസിറ്റി. ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിൽ, സൗണ്ട് വേവ് അല്ല, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസിലാണ് ഒരു സ്ട്രിങ്ങിലെ വെലോസിറ്റി. So again you can see this is analogous to the relation P is equal to I square R. നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ കേസിലുണ്ട് പവർ ഡെലിവേർഡ് ഈസ് ഈക്വൽ ടു I square R. പൈയുടെ സ്ഥലത്ത് ഇവിടെ വരുന്നത് dy/dt അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വെലോസിറ്റിയാണ്. Z ഇമ്പീഡൻസ്, ആറിൻ്റെ സ്ഥലത്ത് വരുന്നത് ഇമ്പീഡൻസ് ആണ് ഇവിടെ വരുന്നത്. Then we can express power in terms of T ∂y/∂x. ട്രാൻസ്വേഴ്സ് ഫോഴ്സിൻ്റെ ടൈമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഇല്ല, നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസ് ഒന്ന് അപ്ലൈ ചെയ്യുന്നേ. വി ഹാവ് P ഈസ് ഈക്വൽ ടു -T ഈ റിലേഷൻ, -T ∂y/∂x ∂y/∂t. അതിൽ ഇവിടെ നമ്മൾ ∂y/∂xന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ അടുത്ത ടൈമിൽ ∂y/∂tക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെയിം യൂസിങ് ഇക്വേഷൻ 2 തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സി 1/Z T ∂y/∂x ഹോൾ സ്ക്വയർ ഇൻ ടേംസ് ഓഫ് ട്രാൻസ്വേഴ്സ് പവർ. ട്രാൻസ്വേഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ടെൻഷനാണ് വരുന്നത്, ടെൻഷൻ ∂y/∂x. ചില കേസുകളിൽ നമുക്ക് ഈ ഒരു ഫോം ആയിരിക്കും യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ഓക്കെ, നൗ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്ത് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ കേസാണ്. ലെറ്റ് us കൺസിഡർ ദി റേഡിയേഷൻസ് ഓഫ് ലോങ്ങിറ്റ്യൂഡനൽ വേവ്സ്. സൗണ്ടിൻ്റെ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലോങ്ങിറ്റ്യൂഡനൽ വേവ്സ്. So phase velocity of a longitudinal waves on a beaded spring. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു ഒരു ബീഡഡ് സ്പ്രിങ് ബീഡ്സ് സ്പ്രിങ് വഴി കണക്ട് ചെയ്യുകയാണെങ്കിൽ കെ ഫോഴ്സ് കോൺസ്റ്റൻറ്റും ബീഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എയും ആണെങ്കിൽ, രണ്ട് ബീഡ്സ് തമ്മിലുള്ള സെപ്പറേഷൻ എയും ആണെങ്കിൽ അതിൻ്റെ ഫേസ് വെലോസിറ്റി ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ ബീഡ്സ് ഡിവൈഡഡ് ബൈ ρ0. സോ കമ്പയറിംഗ് വിത്ത് ദി ട്രാൻസ്വേഴ്സ് വേവ്സിന് നമുക്കുണ്ടായിരുന്നത് ഫേസ് വെലോസിറ്റി ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ടെൻഷൻ ബൈ ρ0 ആണ്. അപ്പോൾ ഇവിടെ ഫേസ് വെലോസിറ്റിയിൽ ഇവിടെ ടെൻഷൻ്റെ സ്ഥലത്ത് ലോങ്ങിറ്റ്യൂഡൽ വേവിൽ കെ എ എന്നുള്ളൊരു പാരാമീറ്ററാണ് വരുന്നത്. സോ ടി മസ്റ്റ് ബി റിപ്ലേസ്ഡ് വിത്ത് കെ എ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻസ് നമ്മൾ ചെയ്യുന്നില്ല, ഈ ഒരു കമ്പാരിസൺ ഉപയോഗിച്ചുകൊണ്ട് ടി വരുന്ന സ്ഥലത്തൊക്കെ കെ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ദി ഇമ്പീഡൻസ് ലോങ്ങിറ്റ്യൂഡൽ കേസിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കെ എ ρ0. ടി റോന്ന് പകരം കെ എ ρ0, ടിക്ക് കെ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then power P is equal to Z ∂y/∂t whole square. Comparing with equation 4 and 5, we can see it is equal to 1/Z Tക്ക് പകരം KA ∂y/∂x whole square എന്നാണ് ലോങ്ങിറ്റ്യൂഡനൽ കേസിന്. ഇനി അതിൻ്റെ ഒരു സ്പെസിഫിക് എക്സാമ്പിളാണ് സൗണ്ട് വേവ്സ്. സൗണ്ട് വേവ്സിന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഫേസ് വെലോസിറ്റി സ്ക്വയർ റൂട്ട് ഓഫ് ലാപ്ലാസ് കറക്ഷൻ കൂടെ വരുമ്പോൾ ഐഡിയാലിറ്റി ഫാക്ടർ ഗാമ P0 ഡിവൈഡഡ് ബൈ ρ0, ഇമ്പിഡൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ഗാമ P0 ρ0. The 0 stands for, substrate 0 stands for equilibrium values, equilibrium pressure, equilibrium mass density, volume mass density, etc. Now intensity of sound wave is defined as power transmitted divided by area. Power means energy per time. So energy per time per area. So you can see intensity is 1/Z gamma P0 ∂y/∂x whole square. Gamma P0. ഇവിടെ Kക്ക് പകരം ഇവിടെ വരുന്നത് ഗാമ P0 ആണ്. Where this factor gamma P0 ∂y/∂x is called gauge pressure. P0 is the pressure, ∂y/∂x is velocity, gamma times this factor is called gauge pressure. Now let us consider some practical units of sound. That is standard sound intensity. A commonly used standard intensity of sound is denoted by I0 is equal to 10 raised to -2 Weber per meter square. Sound intensity. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് മൗത്തിൻ്റെ ഒരു ഡയമെൻഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് മൗത്തിൻ്റെ ഏരിയ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഇനി അത് ഡെലിവർ ചെയ്യുന്ന ഒരു എനർജി നോർമൽ നമ്മൾ സംസാരിക്കുമ്പോൾ നോർമൽ ഇതിൽ വോളിയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ എനർജി അത് ഡെലിവർ ചെയ്യുന്ന എനർജി 10⁻⁵ ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഈസ് പവർ ഡെലിവേർഡ് ഡിവൈഡഡ് ബൈ ഏരിയ. So it is 10⁻⁵ joule second inverse divided by 10 centimeter square ആണ് ഇതിൻ്റെത്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 × 10⁻² whole square. So this will get to
10⁻⁻² വെബർ മീറ്റർ സ്ക്വയർ. അപ്പോൾ അതിനെയാണ് ഒരു സ്റ്റാൻഡേർഡ്. അത് നോർമലി നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ആ സൗണ്ട് ലെവലിനെ ഒരു സ്റ്റാൻഡേർഡായിട്ടിരിക്കുന്നു. ഇനി ഷൗട്ടിങ്ങിൻ്റെ സമയത്ത് നല്ല വോളിയം നല്ല സൗണ്ടിൽ സംസാരിക്കുകയാണെങ്കിൽ ഷൗട്ടിങ്ങിൻ്റെ സമയത്ത് ഇറ്റ് ഈസ് 100 I0 വരെ പോകും. ഇനി അതിനപ്പുറത്തുള്ളത് ലിസ്ണർക്ക് പെയിൻ ഉണ്ടാക്കുന്ന സൗണ്ട്സാണ്. DJ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലത്തെ സൗണ്ടുകൾ 100 to 1000 I0 വരുമ്പോൾ കൂടുതൽ പെയിൻ വരുന്ന സൗണ്ടുകളാണത്. ഇനി ഈ സൗണ്ട് ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല ഫ്രീക്വൻസിയിൽ ഇൻറ്റൻസിറ്റിയിൽ പല ഇൻറ്റൻസിറ്റി അതിൻ്റെ ഫ്രീക്വൻസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 440 kHz റേഞ്ചിലുള്ള ഒരു ഓഡിയബിൾ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഓഡിയബിൾ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് വേരീസ് ഫ്രം 10⁻⁻10 I0 to 100 I0. അതായത് നമുക്ക് ഏറ്റവും ഫീബിളായിട്ട് കേൾക്കാൻ പറ്റുന്നത് 10⁻⁻10 I0 എന്നുള്ള ലെവലാണ്. നമ്മൾ പറഞ്ഞായിരുന്നു ഷൗട്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗണ്ട് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ വരും. സോ 100 I0 ആണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു റേഞ്ച്. ഈ റേഞ്ച് നോക്കുകയാണെങ്കിൽ 10⁻⁻10 to 10⁻². ഇതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു ഫാക്ടർ, തമ്മിൻ്റെ ഡിഫറൻസിൻ്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് ഡൈനാമിക് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു യൂണിറ്റ് ഡിഫൈൻ ചെയ്യുകയാണ്, സൗണ്ട് ഇൻറ്റൻസിറ്റി ലെവൽ, ഓർ ഇറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻറ്റൻസിറ്റി ഓഫ് സൗണ്ട് ഡിവൈഡഡ് ബൈ എ സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് ഇൻറ്റൻസിറ്റി. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റൻസിറ്റി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് വാല്യൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു I by 10⁻⁻12. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് 10⁻⁻12 വെബർ പെർ m/2 ആണ്. ഇനി ഇതിൻ്റെ ഒരു യൂണിറ്റ്, യൂഷ്വലി കോമൺലി യൂസ്ഡ് യൂണിറ്റ് ഈസ് ബെൽ. ഇൻറ്റൻസിറ്റി ലെവൽ ഈസ് മെഷേർഡ് ഇൻ ദ യൂണിറ്റ് ഓഫ് ബെൽ. അലക്സാണ്ടർ ഗ്രഹാം ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ച് അദ്ദേഹത്തിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇൻറ്റൻസിറ്റി ലെവൽ L ഈസ് ഫോർമലി ഡിഫൈൻഡ് ആസ് log I by I0. ലോഗരിതമിക് ആയിട്ടാണ് റേഷ്യോ എടുക്കുമെങ്കിൽ അതിൻ്റെ ലോഗരിതമിക് ആയിട്ടാണ് നമ്മൾ ഡെസിബലിൽ എക്സ്പ്രസ് ചെയ്യുക. So log I by I0 decibel. Deci means 1 bell is equal to 10 decibel. ഇനി ഇതാണ് ഡെഫിനേഷൻ ഓഫ് ഡെസിബൽ. 1 dB is the intensity level of sound whose intensity is 10 times the standard intensity. സ്റ്റാൻഡേർഡ് ഇൻറ്റൻസിറ്റിയുടെ 10 times വരുമ്പോഴാണ് നമ്മളതിനെ 1 decibel ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി 1 decibel ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1 decibel എന്ന് പറഞ്ഞാൽ 10⁻0 ഡെസി എന്ന് പറഞ്ഞാൽ 0.1. 10⁻0.1 ഒരു ഫാക്ടറാണ് ഇൻറ്റൻസിറ്റി ലെവലിൽ വരുന്നത്. അപ്പോൾ 10⁻0.1 എന്ന് പറഞ്ഞാൽ 1.26 ടൈംസ് ഇൻറ്റൻസിറ്റിയാണ് വരുന്നത്. അതായത് 0.26 ടൈംസ് ആണ് ഈ സ്റ്റാൻഡേർഡ് വാല്യൂവിനേക്കാളും കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ 26% കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഒരു സൗണ്ട് ലെവലുണ്ട്, ഇതിനേക്കാൾ 26% കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഡിഫറൻസ് ഒരു 1 dB ലെവൽ ഇൻക്രീസ് ചെയ്തു എന്ന് പറയാം. So that is how this is defined. So this can be understood by working out this example 1 in your text. ഈ ഒരു ഫാക്ടർ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. That will see in the next class.